ഇല പൊഴിയും കാലം. മഴയിൽ മുറി അടിച്ചു വാരുമ്പോൾ ദേവു അപർണയോട് പറഞ്ഞു, മോള് പോയി മുറ്റത്തെ പുല്ലു പറിക്കേ, അച്ഛനും മാമനും തൊടിയിലുണ്ട്. നമ്മൾ എന്തിനാ ടൗണിലെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് പോകുന്നത്? അവിടെയല്ലേ രസം. ലിയന്നയുടെ വീടും കവിതയുടെ വീടും അവിടെയല്ലേ. വാടക വീടല്ലേ മോളെ അത്. നമുക്ക് വേണ്ടേ സ്വന്തമായി ഒരു വീട്? ടൗണിലൊക്കെ വീടുണ്ടാക്കാൻ ഒരുപാട് പൈസ വേണം. അപ്പോ ഇതാണോ നമ്മുടെ സ്വന്തം വീട്? ലിയണ്ണയുടെ വീട് പോലെ ടെറസിട്ട വലിയ വീട് വേണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ട്? ദേവു ഒന്നും മിണ്ടിയില്ല. അപർണ കുഞ്ഞല്ലേ, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്നാലും ഒരു വല്ലായ്മ. സുരേഷിനൊപ്പം തൊടിയിലെ കരിയിലകളെല്ലാം അടിച്ചു കൂട്ടി തീയിട്ട് മുറ്റം ചെത്തിക്കോരി വെടുപ്പാക്കി. ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞാണ് വിജയൻ മാമൻ മടങ്ങിയത്. വൈകുന്നേരമായപ്പോഴേക്കും ആകാശത്തിന് ഭാവം പകർന്നു. അതാദ്യം ഇരുണ്ടു, പിന്നെ ശരിക്ക് കറുത്തു. ഒരു കാളിമ തൊടിയിലെ മരങ്ങളിലേക്കും മണ്ണിലേക്കും പടർന്നു. നാട്ടിൻപുറത്തെ മഴ. അപർണേ, വേഗം വന്നോളൂ, മഴ കാണാം, ദേവു പറഞ്ഞു. നാട്ടിൻപുറത്തെ മഴക്കെന്താ, കൊമ്പുണ്ടോ? പിറുപിറുത്തുകൊണ്ട്. വേറൊന്നും ചെയ്യാനില്ല എന്ന് തോന്നിയതുകൊണ്ട് അപർണ ഉമ്മറപ്പടിമേൽ വന്നിരുന്നു. മഴ തുടങ്ങി. കാറ്റത്ത് മരങ്ങൾ ആടി ഉലഞ്ഞു. നാട്ടിൻപുറത്ത് മതിലുകളോ വേലികളോ പറമ്പുകളെ വേർതിരിക്കാറില്ല എന്ന് സുരേഷ് അപർണയോട് പറഞ്ഞു. മഴ കനത്തു വന്നപ്പോൾ ദേവു പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പറമ്പു കിളക്കാൻ പോയിരുന്ന ഒരു അയ്യപ്പൻ ചേട്ടനുണ്ടായിരുന്നു. തെങ്ങിന്റെ ചുവട്ടിൽ നിടാനായി എന്താ ഏതാ നോക്കാതെ സകലമാന മരങ്ങളുടെയും ഇല വെട്ടുക അയാളുടെ പതിവായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ആ ശീലം മാറില്ല. ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ തെങ്ങുകൾ കരയും. അതുപോലെയാണ് എനിക്ക് മഴയെപ്പറ്റി തോന്നുന്നത്. ഞാൻ മരിക്കുമ്പോൾ മഴ കരയും. അപർണയ്ക്ക് അയ്യപ്പേട്ടനോടോ തെങ്ങിനോടോ മഴയോടോ ഒന്നും ഒരു താല്പര്യം തോന്നിയില്ല. അമ്മ മരിക്കണ്ടെന്ന് മാത്രം തോന്നി. കുറച്ചു കഴിഞ്ഞ് സുരേഷ് ചാടി എഴുന്നേറ്റ് അപർണയെയും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. അവൾ കുതറി മാറിയെങ്കിലും സുരേഷ് വിട്ടില്ല. നിറഞ്ഞു പെയ്യുന്ന മഴയത്ത് അയാൾ മകളെ പിടിച്ചു നിർത്തി. പതുക്കെ പതുക്കെ അപർണ മഴയോട് പൊരുത്തപ്പെട്ടു. മറക്കാനാവാത്ത എന്തോ ഒന്നായി മഴ മാറി. തണുപ്പ് സുഖമുള്ള ഒരു പുതപ്പായി മാറി. അവൾ എല്ലാം മറന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അച്ഛനെയും അച്ഛന്റെയും മകളുടെയും ഉത്സാഹം കണ്ട് ദേവുവിന് സന്തോഷമായി. മഴ തോർന്ന് അവർ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ദേവു ചോദിച്ചു, ഇഷ്ടായോ മോൾക്ക് മഴയത്തെ കളി? നല്ല രസം അമ്മേ, ഇത്ര രസം ഒരിക്കലും തോന്നിയിട്ടില്ല. കമ്പ്യൂട്ടർ ഗെയിം കളിക്കുമ്പോഴോ? അത് വേറെ ഒരു രസം. രണ്ടിനും രണ്ടു രീതി. രാത്രി കഞ്ഞി കുടിക്കുമ്പോൾ സുരേഷ് വീണ്ടും തന്റെ കുട്ടിക്കാലം ഓർത്തു. എനിക്ക് രണ്ട് ട്രൗസറാണ് ആകെ ഉണ്ടായിരുന്നത്. പുറംഭാഗം കീറിയാൽ അതേപോലത്തെ തുണി തുന്നി പിടിപ്പിക്കണം. അതാ എല്ലാവരും ചെയ്യുക. ഞാൻ കാക്കി ട്രൗസറിന് പച്ച നിറമുള്ള തുണിയും ചുവന്ന ട്രൗസറിന് കറുപ്പ് നിറമുള്ള തുണിയും വെച്ച് തുന്നിക്കും. അച്ഛന്റെ അന്നത്തെ രൂപം ഓർക്കാൻ ശ്രമിച്ച് അപർണ കുറേ ചിരിച്ചു. അന്നാദ്യമായി അച്ഛന്റെ കുട്ടിക്കാലത്തോട് അവൾക്ക് അടുപ്പം തോന്നി. അമ്മ, മരങ്ങൾക്കറിയാം എപ്പോഴാണ് ഇല പൊഴിക്കേണ്ടത്, തളിരിടേണ്ടത്, പൂക്കേണ്ടത്, കായ്ക്കേണ്ടത് എല്ലാം. കാറ്റിനറിയാം മന്ദമായെങ്ങനെ വീശണമെന്ന്, കൊടുങ്കാറ്റായപ്പോൾ മാറണമെന്ന്, ആകാശത്തിനറിയാം. ഒരു സ്കൂളിലും പോകാതെ ആരും പഠിപ്പിക്കാതെ എല്ലാം തനിയെ പഠിച്ച മരങ്ങൾ, കാറ്റ്, ആകാശം, അങ്ങനെ എന്തെല്ലാം. അവയെപ്പറ്റി പറയുന്ന ഒരു കവിതയുടെ വരികൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അപർണ. ആഫ്രിക്കൻ ആനയുടെ കെട്ടും മട്ടുമുള്ള വലിയ പാറക്കെട്ടിലാണ് അപർണ ഇരുന്നത്. പാറയ്ക്ക് ജീവൻ വെച്ച് അത് തന്നെ മുതുകുത്തിരുത്തി എഴുന്നേറ്റ് നടക്കുമോ എന്നവൾ സംശയിച്ചു. അവളുടെ മുൻപിൽ റബ്ബർ മരങ്ങളുടെ ഒരു തോട്ടം കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടന്നു. സ്വർണ്ണ ഇലകൾ വീണുറങ്ങുന്ന ആ തോട്ടം അവളെ എന്തോ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ലിയന്നയുടെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അച്ഛൻ കൊണ്ടുപോയി കാണിച്ച കുളം അവൾക്ക് ഓർമ്മ വന്നു. നീല നിറമുള്ള വെള്ളം, ആമ്പൽ പൂക്കൾ,
തവളകൾ, നീർക്കോലികൾ. ആ കുളം പണ്ട് അങ്ങനെയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതെല്ലാം സങ്കല്പിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അച്ഛൻ അന്ന് തവളയെക്കുറിച്ചൊരു പാട്ടും പാടിയിരുന്നു. വരികളൊന്നും കിട്ടിയില്ലെങ്കിലും പൊട്ടക്കുളത്തിൽ ചാടിക്കളിക്കുന്ന തവളയെ ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു. മഴയുടെ തുടക്കം അറിയിച്ചുകൊണ്ട് അപ്പോൾ തവളകൾ പാടാൻ തുടങ്ങി. ദൂരെ നിന്ന് അമ്മയുടെ വിളി കേട്ടാണ് അപർണ ഞെട്ടി എഴുന്നേറ്റത്. തവളയുടെ താരാട്ടിൽ അവൾ മയങ്ങിപ്പോയിരുന്നു. പോക്കുവെയിൽ വീണുകിടക്കുന്ന റബ്ബർ മരങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അപർണയ്ക്ക് ലിയന്നയുടെ മുറിയിലെ ചിത്രം വീണ്ടും ഓർമ്മ വന്നു. ആ ചിത്രവും ഭംഗിയുള്ള ഈ പ്രകൃതിയെയാണ് അനുകരിച്ചതെന്ന് കൗതുകത്തോടെ അവൾ അറിഞ്ഞു. അന്നു രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മണം. എന്തു മണം? നല്ല അമ്മ മണം.